മൗനം വെടിഞ്ഞ് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നതെങ്കിൽ പാർട്ടിക്കത് വലിയ തലവേദനയാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസ് പിന്തുണ നൽകും എന്ന സൂചന നൽകിയ സാഹചര്യത്തിൽ സുധാകരന് പറയാനുള്ളത് എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും ഒരുപക്ഷെ ജി സുധാകരൻ പറയുക. അജയ് നാഥാണി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അജയ്, രാഷ്ട്രീയപരമായി വലിയ ഒരു പ്രതിസന്ധി CPM ഉണ്ടാക്കാൻ പോവുകയാണ് ജി സുധാകരൻ. ജി സുധാകരന്റെ വാർത്താ സമ്മേളനത്തിൽ ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമെന്ന പ്രഖ്യാപനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഖില, തീർച്ചയായും ഒരാഴ്ച നീണ്ടു നിന്നിരുന്ന ഒരു മൗനത്തിനാണ് ഇന്ന് അവസാനമാകുന്നത്. 11 മണിയോടുകൂടി തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് ജി സുധാകരൻ അറിയിച്ചത്. അദ്ദേഹം ഇന്നലെ രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിലെ മാധ്യമപ്രവർത്തകരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് രാത്രി ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് ഇന്നലെ രാത്രി സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും അവസാന ഘട്ടം എന്ന നിലയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതിൽ R നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, MLA-മാരുമായിട്ടുള്ള PP ചിത്രരഞ്ജൻ, ഒപ്പം HSLM MLA ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഒഴിവായിരുന്നു. ബാക്കി CS സുജാതയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഇവർ ഒഴികെയുള്ള ഈ 3 പേരൊഴികെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ CS സുജാതയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി ഏറെ വൈകി ഈ സുധാകരനെ കാണുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും തൻ്റെ നിലപാടിൽ നിന്ന് സുധാകരൻ മാറിയിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് സുധാകരൻ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും സുധാകരന് പറയാനുള്ളത് എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ളതും ഏറെ ചർച്ചാ വിഷയമാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് പിന്തുണ നൽകുമോ, പിന്തുണ നൽകിയാൽ ആ പിന്തുണ സുധാകരൻ സ്വീകരിക്കുമോ എന്നുള്ളതും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യമാണ്. മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത്, സുധാകരനെ സംബന്ധിച്ച സുധാകരൻ്റെ സഹോദരൻ രക്തസാക്ഷിയാണ്. അത് KSU പ്രവർത്തകർ കൊലപ്പെടുത്തിയ G ഭുവനേശ്വരനാണ് സുധാകരൻ്റെ സഹോദരൻ. സ്വാഭാവികമായും ആ ഒരു പാളയത്തിലേക്ക്, സഹോദരനെ കൊന്ന ആളുകളുടെ പാളയത്തിലേക്ക് സുധാകരൻ പോകുമോ എന്നുള്ളതും ഏറെ ഗൗരവതരമായിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായിരിക്കും ഒരു പക്ഷേ സുധാകരൻ പോയാൽ CPM-നെ സംബന്ധിച്ച് പ്രധാന രാഷ്ട്രീയ ആയുധം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി CPM ഉപയോഗിക്കുന്ന പ്രധാന ആയുധവും അതുതന്നെയായിരിക്കും. സ്വാഭാവികമായും ഗൗരിയമ്മയുടെയും VS-ൻ്റെ എല്ലാ വിഷയത്തിൽ സുധാകരൻ സ്വീകരിച്ച നിലപാട് ഉൾപ്പെടെ CPM ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും സുധാകരനെ സംബന്ധിച്ച് വലിയ അവഗണന നേരിട്ട ഒരു കാലഘട്ടമുണ്ട്. അതായത് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായതിനു ശേഷം സുധാകരന് ജില്ലയിലെ പാർട്ടി ആകെ തന്നെ വലിയ അവഗണന നൽകി എന്നുള്ളതാണ് സുധാകരൻ ആരോപിക്കുന്ന കാര്യം. അതിനൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും സുധാകരനെ അവഗണിച്ചു. പല CPM പരിപാടികളിലും സർക്കാർ പരിപാടികളിലും സുധാകരനെ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സുധാകരൻ തുടങ്ങി വെച്ച പല പരിപാടികളിലും സുധാകരൻ അതിനുശേഷം ആ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിലൊന്നും സുധാകരൻ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒപ്പം പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പോലും സുധാകരൻ തറക്കല്ലിട്ട പരിപാടി, അതിൻ്റെ ശിലാഫലകം ഉൾപ്പെടെ അവിടുന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ സുധാകരനെ അവഗണിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് CPM നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ CPM പ്രവർത്തകർ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും, ആ പരാമർശങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടും നേതൃത്വം ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ സുധാകരനുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിലാണ് MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കൊരു പരാമർശം ഉണ്ടാകുന്നത്. അതായത് സുധാകരന് ഒരു പരിഗണന നൽകില്ല എന്ന ഒരു പരാമർശം MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതെല്ലാം ചേർത്ത് വെച്ചാണ് സുധാകരനൊടുവിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ഒടുവിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് പറവൂരിലെ തൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 11 മണിക്ക് കൃത്യമായി നിലപാട് വ്യക്തമാക്കും. ഏതാണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് ശേഷം തുടരെ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഈ CPM ഒരു അനുനയ നീക്കമെല്ലാം ഉണ്ടാകുമെന്നൊരു അർത്ഥത്തിലായിരിക്കാം എന്ന് നാം കരുതുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്നത്. എന്തായാലും 11 മണിക്ക് സുധാകരൻ എന്താണ് രാഷ്ട്രീയ കേരളത്തോട് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. അത് ഒരുപക്ഷെ CPM-നുള്ള കടുത്ത വെല്ലുവിളിയാകുമോ, മറിച്ച് കോൺഗ്രസിന് അതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്താ സമ്മേളനം മാറും എന്നുള്ളത്
അറിയാൻ ഇനി കേവലമായ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അഖില, ശരി, അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ജി സുധാകരന്റെ വാക്കുകൾക്കായി കാതോർക്കുകയാണ് കേരളം. പക്ഷേ അവിടെയും ജി സുധാകരൻ ഒരു പക്ഷേ അനുനയ നീക്കങ്ങൾക്കൊന്നും ഇതുവരെ വഴങ്ങിയില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി അടക്കം സംസാരിച്ച സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടെടുക്കാതിരുന്നാൽ അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ വിജയമായിരിക്കും. പക്ഷേ അജയ് സൂചിപ്പിച്ചതുപോലെ മത്സരിക്കാൻ സുധാകരൻ തീരുമാനിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും.